ശോഭാ സുരേന്ദ്രന്റെ വീടിനു നേരെ ആരോ ഓലപ്പടക്കമെറിഞ്ഞു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധ കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിലേക്കാണ്. അതിലുണ്ടായ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയുടെ ഞെട്ടൽ മാറിയപ്പോൾ പൊതുജനം തിരിച്ചറിഞ്ഞു തുടങ്ങി, അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. ഉത്തരം മുട്ടി കേന്ദ്ര സർക്കാർ കണ്ണു തള്ളി നിൽക്കുമ്പോൾ കേരളത്തിൽ തീവ്രവാദി ആക്രമണമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു ഓലപ്പടക്കമെങ്കിലും പൊട്ടിച്ച് ജനശ്രദ്ധ തിരിക്കാമെന്ന തത്രപ്പാടിലാണ് BJP നേതൃത്വം. ശോഭയെ കണ്ടുള്ളൂ, ശോഭ മാത്രമേ കണ്ടു. പക്ഷെ ആരോ പടക്കം പൊട്ടിച്ചു എന്നത് സത്യമാണ്. ഇതാണിപ്പോൾ ശോഭാ സുരേന്ദ്രന് നേരെ ആരോ പടക്കമെറിഞ്ഞു എന്ന് പറയുന്നതിന്റെ നിജസ്ഥിതി. രാജീവ് ചന്ദ്രശേഖർ തന്നെ കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ കേന്ദ്ര സർക്കാരിന് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന അബദ്ധത്തിൽ പറഞ്ഞു. കേരളത്തിലെ അത്യാവശ്യ വിവരമുള്ള പൊതുജനമെല്ലാം അത് ഏറ്റെടുത്തും കഴിഞ്ഞു. ഇനിയിപ്പോൾ തടിയൂരാൻ എന്തെങ്കിലും പൊടിയിടണം. ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ കോൺഗ്രസുകാരോ ഇടതുപക്ഷക്കാരോ ഒരു ഓലപ്പടക്കം എറിഞ്ഞു എന്നും പറഞ്ഞ് ഒരു കേസ് ഉണ്ടാക്കി കുത്തിപ്പൊക്കി കോലാഹലം ഉണ്ടാക്കിയാൽ തൽക്കാലം കാശ്മീർ തീവ്രവാദി ആക്രമണത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രന്റെ വീട് ആക്രമണത്തിലേക്ക് ജനശ്രദ്ധ തിരിയുമെന്ന് കരുതുന്ന BJP-ക്കാരോട് കഷ്ടമാണ് തോന്നുന്നത്. കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയ കഥ പറയുമ്പോൾ ആരെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലെ ഓലപ്പടക്കം ശ്രദ്ധിക്കാൻ പോകുമോ? ഭീകരാക്രമണത്തിൽ ഉണ്ടായ പാളിച്ചകൾ മറച്ചുവെക്കാൻ, കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലെ പടക്കമേറൊന്നും മതിയാവില്ല BJP-ക്കാരെ. ഇനി കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ മുണ്ടുടുക്കാനും മടക്കി കുത്താനും തെറി പറയാനും അറിയാമെന്ന് പറഞ്ഞ് സതീശനെ വെല്ലുവിളിച്ചതിന്റെ വാശിക്ക് ആരെങ്കിലും പൂത്തിരി കത്തിച്ച് ശോഭയുടെ വീടിനു നേരെ എറിഞ്ഞതാണോ എന്നും വേണമെങ്കിൽ BJP-ക്കാർ പറയും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിനു സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ സർവത്ര ദുരൂഹത. പഹൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് കേരളവും. അതിന് പിന്നാലെയാണ് ഈ സംഭവം. എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. 2 തവണ ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി. ബൈക്കുകളിലെത്തിയ 4 പേരാണ് പിന്നിലെന്ന് സൂചനയുണ്ട്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിസ് ജേക്കബ് അടക്കം ഉള്ള നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞെത്തി. വെള്ളിയാഴ്ച രാത്രി 10:45 അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിനു സമീപമാണ് സംഭവം നടന്നത്. അയ്യന്തോളിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി 10:45 സംഭവം. ശോഭ അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു. ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കമെറിഞ്ഞതാണെന്ന് വ്യക്തമായത്. നൂലുകെട്ടിയ നിലയിലുള്ള ഏറുപടക്കമാണ് എറിഞ്ഞത്. ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏറുപടക്കം ആയതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യക്തം. അതിനപ്പുറം നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം അക്രമികൾക്കില്ലെന്ന് വ്യക്തം. എന്നാൽ എന്തിന് എറിഞ്ഞു എന്നതാണ് ഉയരുന്ന ചോദ്യം. SP-യുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി. ആക്രമണത്തിന്റെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നും അന്വേഷണം വേണമെന്നും BJP ആവശ്യപ്പെട്ടു. അതിനിടെ തൃശൂരിലെ BJP നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കാനും പോലീസ് തീരുമാനിച്ചു. എന്തൊക്കെ കാണണമല്ലേ. ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു നോക്കി. തിരക്കുള്ള റോഡാണ്. വെളിച്ചത്തോടുകൂടി വലിയ സ്ഫോടനത്തോടെയാണ് പൊട്ടിത്തെറിച്ചത്. കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ചെറിയ കാര്യമല്ല സംഭവിച്ചത്. മറ്റൊരു പ്രശ്നവും ഇവിടെയില്ല. രാഷ്ട്രീയ പാർട്ടികളുമായി സംഘർഷവുമില്ല. കാര്യമില്ലാതെയുള്ള ആക്രമണത്തെ അതിന്റെ ഗൗരവത്തിൽ കാണണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം. വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വീട് മാറി എറിയുകയായിരുന്നെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയാമായിരുന്നു. ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും അവർ പറഞ്ഞു. 10:43 ആ സമയത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടായി. ആ സമയത്ത് ഞാൻ അടുക്കളയിലായിരുന്നു. ഓടി പുറത്ത് വരുമ്പോൾ മുന്നിലെ 2 വീട്ടുകാരും പുറത്തിറങ്ങി. ഈ പരിസരത്തെല്ലാം കേൾക്കുന്ന രീതിയിൽ വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഇത് വളരെ തിരക്കുള്ള ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ്. കളക്ടറേറ്റിന് അടുത്താണ്. അത്രയും തിരക്കുള്ള വഴിയായതിനാൽ പല ബൈക്കുകളും കുറച്ചു മാറി കാറുമെല്ലാം ഉണ്ടായിരുന്നെന്നാണ് അടുത്തുള്ള കുട്ടികളെല്ലാം പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. പോലീസ് വന്ന് ചുറ്റുമുള്ള വീട്ടുകാരോട് മൊഴിയെടുത്തു. അതിനുശേഷം ശോഭയെയും കണ്ട് സംസാരിച്ചെന്ന് BJP ഉപാധ്യക്ഷ പറഞ്ഞു. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച വീട്ടിലുള്ളവർ പൊതുപ്രവർത്തനമോ മറ്റോ ഉള്ള വീട്ടുകാരല്ല. ആസൂത്രിതമായി ചെയ്തതാണ്. വീട്ടിൽ എന്റെ കാർ ഉണ്ടായിരുന്നില്ല. ആ വീട്ടിൽ വെള്ള കാർ ഉണ്ടായിരുന്നു. വെള്ളക്കാറുള്ള വീടാണെന്നാകും പിന്നിലുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക.
അങ്ങനെ മാറിയതാകാമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു.